മാന്ത്രിക്ക് നമസ്കാരം. അങ്ങനെ നമ്മൾ ബിർള മന്ദിർ എത്തിയിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈൻ പ്ലേസ് ആട്ടോ. ബട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരില്ല, കാരണം അവിടെ ഫോൺ അലൗഡ് അല്ല. അങ്ങനെ അമ്പലം ചുറ്റി നടന്ന് കണ്ട് തിരിച്ച് നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഈ സംഭവം എന്ന് പറയുന്നത് തെലങ്കാനയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ്. പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് ഇത് എന്താ തോന്നിയത് നിങ്ങൾ കമൻറ്റ് ഇടുക. എനിക്കതൊരു ശങ്കായിട്ടാണ് തോന്നിയത്. ഇതെന്താണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ഇതാണ് മക്കളെ തെലങ്കാന സെക്രട്ടേറിയറ്റ്. പ്രത്യക്ഷത്തിൽ ഇതിനെ KGF കൊട്ടാരം പോലെ തോന്നുമെങ്കിലും ഇത് കൊട്ടാരമല്ല. അടുത്തായിട്ടൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ഈ സ്റ്റാച്യൂയിലുള്ള ധാരാന്ന് കമന്റ് ഇടുക. കമന്റിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലിക്ക് 10ന്റെ പച്ചലേസ്. ഇത് NTR ഗാർഡൻ. പ്രത്യക്ഷത്തിൽ ഇത് കൊല്ലം ബീച്ചിലെ പാർക്കിനെ അനുസ്മരിപ്പിക്കുമെങ്കിലും ഇത് കൊല്ലം ബീച്ചല്ല. പിന്നെ നമ്മൾ പോയത് നമ്മുടെ മൈസൂരിലുള്ള ലേസർ ഷോയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള തെലങ്കാനയുടെ ലേസർ ഷോ. അവസാനം ഒരു ഉപ്പുപ്പാക്കം വന്ന് പോയിട്ടുണ്ടായിരുന്നു, എന്തിനാണോ എന്തോ. രാത്രിയായപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മട്ടും ഭാവമൊക്കെ അങ്ങ് മാറി. വാവ്, കവിത പോലെ. പിന്നെ നമ്മൾ തെലങ്കാനയുടെ ബ്ലോക്കെല്ലാം കണ്ട് നമ്മൾ പതുക്കെ റൂമിലോട്ട് വന്നു. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. നമ്മൾ ഫുഡ് അടിക്കാൻ പോവാണ്. ഫുഡ് വിളമ്പിത്തരാൻ വേണ്ടിയിട്ട് നമ്മുടെ നാവിഗേറ്റർ ടൂർ പാക്കേജിൻ്റെ സ്വന്തം ഫൈസലിക്കുണ്ട്. വെരി ഡൗൺ ടു എർത്ത് പേഴ്സൺ. എന്താ അല്ലേ? എന്തായാലും നമ്മുടെ പ്ലേറ്റ് അങ്ങ് കളറായിട്ടുണ്ട്. റുമാലി റൊട്ടിയും റൈസും ചിക്കൻ കറിയും വെജിറ്റബിൾസും ജിലേബിയും. അങ്ങനെ ഫുഡ് അടിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ട് ചെന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ആൾക്കാർ പല്ലൊക്കെ തേക്കുന്നു. ഇവിടെ ഒരു വട്ടം തേക്കുന്ന പാട് നമുക്കറിയാം. റൂമിൽ ചെന്ന ഉടനെ റീലെടുത്ത് മറിക്കും എന്ന് പറഞ്ഞ ടീംസാണ് ദാണ്ട് ഈ വെട്ടിയിട്ടാണ് കിടക്കുന്നത്. ഒരാൾ ഫോണിൽ നോക്കുന്നു, ഒരാൾ തലേന്ന് പേൻ പറക്കുന്നു. ഇനി അപ്പുറത്തെ റൂമിലുള്ളവർ അടിച്ചു പൊളിക്കുമായിരിക്കും എന്നുള്ള ആവലാതിൽ അങ്ങോട്ട് ഓടി ചെന്നപ്പോൾ അവിടെയും കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കി ഞങ്ങൾ അവിടുന്ന് കുറച്ച് സ്നാക്സും കുറച്ച് തിരിച്ച് റൂമിലോട്ട് വന്നു. എന്നിട്ടൊന്നുമില്ല, കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.